വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് കേസിൽ ഇപ്പോൾ CPM അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. DYFI നേതാവ് അടക്കം പ്രതിയായിട്ടുള്ള കേസാണ്. അമൽനാഥ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. അമൽ, CPM ഇപ്പോൾ കേസ് അന്വേഷിക്കാനുള്ള ഉത്തരവ് ഇട്ടിരിക്കുകയാണ്. DYFI നേതാവ് പ്രദീൻ സാജ് കൃഷ്ണ പ്രതിയായ കേസാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏത് തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ CPM നീങ്ങുന്നത്? ഭദ്ര, തീർച്ചയായും തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു വലിയ ഒരു തട്ടിപ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വ്യാജ രേഖകൾ ഉണ്ടാക്കി എടുത്തുകൊണ്ട് തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. അതായത് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഏകദേശം 1 കോടിക്ക് മുകളിലുള്ള ഒരു തട്ടിപ്പാണ് നടന്നത്. അതേസമയം തന്നെ പട്ടിക വിഭാഗത്തിന്റെ ഓഡിറ്റിംഗിന്റെ ഭാഗമായിരുന്നു ഈ ഒരു തട്ടിപ്പ് കണ്ടെത്തിയിരുന്നത്. എന്നാൽ പാർട്ടി നേതാക്കൾ അടക്കം ഈ ഒരു പ്രതിസ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണം അടക്കം വഴിമുട്ടി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തോടു കൂടിയായിരുന്നു ജില്ലാ കമ്മിറ്റി കൂടിയിരുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിലായിരുന്നു കമ്മിറ്റി കൂടിയിരുന്നത്. ഈ ഒരു കമ്മിറ്റിയിലായിരുന്നു ഇങ്ങനെ ഒരു അന്വേഷണം നേരിടണം എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായി അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായി C ജയൻ ബാബുവിനെയും ഒപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട് DYFI നേതാവ് പ്രദീൻ സാജ് കൃഷ്ണ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം ഉണ്ടാകും. അതേസമയം തന്നെ 4 ഏരിയ സെക്രട്ടറിമാരെയും ഇതുമായി ബന്ധപ്പെട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് നേമം ഏരിയ സെക്രട്ടറി പാറക്കുഴി സുരേന്ദ്രൻ, വിദുര ഏരിയ സെക്രട്ടറി ഷൗക്കത്ത് അലി, ഒപ്പം തന്നെ ശ്രീകാര്യം ഏരിയ സെക്രട്ടറി അനിൽ, പാളയം ഏരിയ സെക്രട്ടറി ശ്രീ പ്രസന്നകുമാർ എന്നിവരെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ വിദുരയിലും നേമത്തും ഏരിയ സെക്രട്ടറിമാർക്കെതിരെ വിഭാഗീയത ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു. അതേസമയം തന്നെ ഇപ്പോൾ CPM പാർട്ടി ഇപ്പോൾ പ്രതിസന്ധി നേടുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഭദ്ര. ശരി അമൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് കേസിൽ ഇപ്പോൾ CPM അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. DYFI നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് അന്വേഷണം നടത്തുന്നത്. C ജയൻ ബാബുവും S പുഷ്പലതയുമാണ് കമ്മീഷൻ അംഗങ്ങൾ. അതേസമയം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏരിയ കമ്മിറ്റിയിലെ 4 സെക്രട്ടറിമാരെ കൂടി മാറ്റിയിട്ടുണ്ട്. നേമം, വിദുര, പാളയം, ശ്രീകാര്യം എന്നിവിടങ്ങളിലെ ഏരിയ സെക്രട്ടറിമാരെയാണ് മാറ്റിയിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും അമൽനാഥാണ്.